ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ നമ്പേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. ചില നമ്പേഴ്സ് കൂടിച്ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് അതിൻ്റെ പവർ ഒന്നുകൂടെ കൂടും. നമ്മൾ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന നമ്പറുകൾ, പണത്തിനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ ഒരു പണത്തെ നേടിത്തരാൻ സഹായിക്കുന്ന നമ്പറുകൾ, അങ്ങനെയുള്ള പല നമ്പേഴ്സും ഉണ്ട് അല്ലേ. അതിൽപ്പെടുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് 12 എന്നുള്ളത്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന 4 നമ്പേഴ്സാണ് 1 2 1 2. എന്നാൽ ഈ നമ്പേഴ്സ് കൂടിച്ചേർന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു 12 എന്നുള്ള നമ്പറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഈ നമ്പേഴ്സ് എഴുതി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുത്തിട്ടുള്ള കഥയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ നമ്പേഴ്സ് എഴുതി ചിലർക്കെങ്കിലും അവരുടെ ആഗ്രഹം നടക്കാതെ പോകുന്നതും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണയില്ലാത്തതും ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ എഴുതിയാൽ മാത്രമേ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് എഴുതിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ 12 എന്ന് പറയുന്ന നമ്പർ എഴുതേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ നമ്പർ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുമാണ്. ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും റിസൾട്ട് ലഭിക്കുകയുള്ളൂ. വെറുതെ എഴുതി പോവുക എന്നുള്ളതിലുപരി അതിനെപ്പറ്റി ശരിയായ ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സിൽ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. ചില നമ്പേഴ്സിൻ്റെ കൂടെ മറ്റു ചില നമ്പർ കൂട്ടിച്ചേർക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുന്ന സമയത്താണ് ഇതുപോലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. പലതും സാധിച്ചെടുക്കാനായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും എല്ലാവരും. എന്നാലും എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവാം. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ആവശ്യം, അങ്ങനെയും പറയാം. എപ്പോഴും നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങളായാലും ആഗ്രഹങ്ങളായാലും നടത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ 12 എന്ന നമ്പർ ഉപയോഗിക്കാം. ആദ്യം തന്നെ ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഒരു 12 എന്ന് പറയുന്ന നമ്പർ എഴുതേണ്ടത് വലത് കൈയുടെ മോതിരവിരലിലാണ്. മോതിരവിരലിൽ 3 പാർട്ടായിട്ടാണല്ലോ ഈ ഒരു മോതിരവിരൽ ഉണ്ടാകുന്നത്. അതിൻ്റെ മിഡിലായിട്ട് വേണം നമ്മളിത് എഴുതാനായിട്ട്, നടുഭാഗത്ത് വേണം നമ്മളിത് എഴുതാനായിട്ട്. ഈ 12 എന്ന് പറയുന്ന നമ്പർ എഴുതുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ പച്ചമഷിപ്പേന യൂസ് ചെയ്യണം അല്ലെങ്കിൽ നീലമഷിപ്പേന യൂസ് ചെയ്യണം. ഇതല്ലാതെ മറ്റു നിറത്തിലുള്ള മഷിപ്പേനകൾ കൊണ്ട് നമ്മളിത് എഴുതാനായിട്ട് പാടുള്ളതല്ല. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം തന്നെ 21 ദിവസമാണ് നമ്മൾ ഈ ഒരു കാര്യം എഴുതേണ്ടത്. ഈ ഒരു 12 എന്ന് പറയുന്ന നമ്പർ ഞാൻ ഈ പറഞ്ഞതുപോലെ മോതിരവിരലിൽ 21 ദിവസം നമ്മൾ എഴുതണം. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് തികച്ചും ന്യായമായിട്ടുള്ള ആഗ്രഹമായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളത്തേക്ക് വേണ്ട ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങൾ ഇന്ന് എഴുതിയതുകൊണ്ട് കാര്യമില്ല. 21 ദിവസമാണ് നമ്മൾ പറയുന്നത്. ആ ഒരു 21 ദിവസത്തിന് ശേഷമായിട്ട് ഫലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ വേണം നിങ്ങൾ എഴുതാൻ. നാളെ തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയോടെ എഴുതാൻ പാടില്ല. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 21 ദിവസം ഈ ഒരു കാര്യം എഴുതുക. നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് 21 ദിവസത്തെ സമയം എടുത്തുകൊണ്ട് വേണം നിങ്ങൾ എത്തിച്ചേരാനായിട്ട്. ഈ നമ്പർ എഴുതി തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച ദിവസം എഴുതി തുടങ്ങുന്നതാണ്.
അപ്പോൾ എഴുതി തുടങ്ങുന്ന സമയത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എല്ലാ കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് പോലെ തന്നെ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തോടെ വേണം എഴുതാൻ. രാവിലെ 6 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയിൽ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. അതിനുള്ളിലുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് എഴുതാം. രാവിലെ 6 മണിക്കും സന്ധ്യാസമയം 7 മണിക്കും ഉള്ളിലായിട്ടുള്ള സമയത്താണ് എഴുതേണ്ടത്. എന്നാൽ നിങ്ങൾ തുടക്കം കുറിക്കുന്ന ആ ഒരു ദിവസം രാവിലെ കുറച്ച് നേരത്തെ, അതായത് ഒരു 6 മണിക്ക് സാധിക്കുന്നവർ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കുള്ളിലായിട്ടെങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് പറയുന്ന സമയത്ത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും, ഇന്ന് 6 മണിക്ക് എഴുതി അല്ലെങ്കിൽ 7 മണിക്ക് എഴുതി നാളെ ആ സമയത്ത് എഴുതാൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും നിങ്ങൾ ഒരേ സമയത്ത് തന്നെ എഴുതണം എന്നൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം മാത്രം കുറച്ച് നേരത്തെ എഴുതാൻ ശ്രമിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് എഴുതാം. ഇനി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒന്നുകിൽ പച്ചമഷി പേന കൊണ്ട് എഴുതുന്നു അല്ലെങ്കിൽ നീലമഷി പേന കൊണ്ട് എഴുതുന്നു. നമ്മുടെ കയ്യിൽ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് പതിഞ്ഞു എന്ന് വരില്ല അല്ലേ? പക്ഷെ ഒരു വട്ടം നമ്മൾ എഴുതിയതിൻ്റെ മുകളിലായിട്ട് നമ്മളത് ഡാർക്കൺ ചെയ്യാനായിട്ടോ ഒന്നും തന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് എഴുതാൻ പാടില്ല. തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഒരു തവണ മാത്രമേ നിങ്ങളത് എഴുതാനായിട്ട് പാടുള്ളൂ. ഇനി എഴുതി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ അത് മായാതെ സൂക്ഷിക്കണം. അത് വളരെ പ്രധാനമാണ്. അരമണിക്കൂർ വരെ നിങ്ങൾ അത് മായുന്ന രീതിയിലുള്ള ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കണമെന്നല്ല, പക്ഷെ അത് മായാതെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എന്ത് ജോലിയും ചെയ്യാം, പക്ഷെ ഇത് മായാതെ സൂക്ഷിച്ചിരിക്കണം. ഇനി അരമണിക്കൂറിന് ശേഷം അത് താനെ തന്നെ മാഞ്ഞു പോയി കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് കരുതി നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് മായ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു കാര്യം 21 ദിവസം തുടർച്ചയായിട്ട് തന്നെ ചെയ്യണം. 21 ദിവസത്തിന് നടുവിൽ ബ്രേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മറന്നു പോവോ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഡേ കൗണ്ടിങ്ങിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും 1 എന്ന് തന്നെ തുടങ്ങണം. ഇപ്പം നിങ്ങളൊരു 5 ദിവസം എഴുതി 6ാമത്തെ ദിവസം വിട്ടുപോയി, എഴുതാൻ സാധിച്ചില്ല. വീണ്ടും നിങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. 7 മണിക്ക് ശേഷം എഴുതി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കൗണ്ടിങ്ങിലേക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഡേ തുടങ്ങുമ്പോൾ 6 എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് പറ്റില്ല. 1 എന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസം നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ, പീരീഡ്സ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുലവാലായ്മയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതിനൊരു തടസ്സമല്ല. അതും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം 21 ദിവസത്തിനുള്ളിലായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 11 ദിവസം എഴുതി കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുകയാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും അത് പാലിക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങൾ 21 ദിവസം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 21 ദിവസം അത് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു ദിവസം നീലമഷി പേന കൊണ്ട് എഴുതുന്നു, പിറ്റേ ദിവസം പച്ചമഷി പേന കൊണ്ട് എഴുതുന്നു, അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒന്നുകിൽ പച്ചമഷി അല്ലെങ്കിൽ നീലമഷി പേന ഉപയോഗിച്ച് എഴുതുക. പക്ഷേ 21 ദിവസവും ഒരേ നിറത്തിലുള്ള പേന കൊണ്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അതായത് നീലമഷി കൊണ്ടാണ് 1ാമത്തെ ദിവസം എഴുതിയത് എന്നുണ്ടെങ്കിൽ 21 ദിവസവും നീലമഷി കൊണ്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം ഉണ്ടാവണം എന്നുള്ളതാണ്. മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിൽ സംശയം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനൊരു ഫലം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിലും പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം സാധിച്ചു കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഈ നമ്പർ എഴുതുന്നതിന് മുന്നേ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം എഴുതാനായിട്ട്.
എഴുതി കഴിഞ്ഞ് ഈ നമ്പറിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ മനസ്സ് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ആഗ്രഹം മാത്രമേ നമ്മളുടെ മനസ്സിൽ ആ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു നമ്പറിലേക്ക് നോക്കിക്കൊണ്ട് ആ ഒരു ആഗ്രഹത്തെ തന്നെ മനസ്സിൽ ആലോചിക്കുക. മറ്റൊരു കാര്യവും മറ്റൊരു ചിന്തയും ഇല്ലാതെ ആ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു 10 സെക്കൻഡ് ആ ഒരു നമ്പറിലേക്ക് തന്നെ നോക്കി നിൽക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരിക്കണം. 100% ഉറപ്പായിട്ടും 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിന് അതിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ വലിയ വലിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണിത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു 21 ദിവസം നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും 21 ദിവസം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരും. തടസ്സങ്ങൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ഒരുപാട് ആൾക്കാർക്ക് ഇത് ചെയ്ത് ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് മാറ്റങ്ങൾ സൃഷ്ടിക്കട്ടെ. നിങ്ങളും ഇതുപോലെ എഴുതി പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹവും നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.